നമസ്കാരം. PVN എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പ്രവീൺ മാത്യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് കോൺഗ്രസ് പാർട്ടിയെ തികച്ചും പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിക്ക് ഈ രീതിയിലുള്ള ഒരു ശക്തമായ ലൈംഗിക ആരോപണം അവിടുത്തെ ഒരു യുവ നേതാവിനെതിരെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് അതിലെ അണികളെയും അതുപോലെ മറ്റ് പ്രവർത്തകരെയും കോൺഗ്രസ് പാർട്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയും എല്ലാം വളരെ ആ, വേദനിപ്പിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ആ പാർട്ടിയോടുള്ള താല്പര്യം ഇല്ലാണ്ടാകുകയും ചെയ്യും. ഒന്നാമത് കോൺഗ്രസ് പാർട്ടിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അഴിമതി നിറഞ്ഞൊരു പാർട്ടിയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ അഴിമതി നിറഞ്ഞ ഒരു പാർട്ടിയിൽ ഇങ്ങനെ ലൈംഗിക ആരോപണങ്ങളും ഇതെല്ലാം പണ്ടും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത് തുടർന്നും ഉണ്ടാകുമ്പോൾ ഇവരുടെ പണി ഇത് തന്നെയാണ് എന്ന് ആളുകൾക്ക് ബോധ്യമാവുകയും അടുത്ത ഇലക്ഷനിൽ അവരെ ഇത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. മറ്റു പാർട്ടിക്കാരേക്കാൾ ഒട്ടും ഞങ്ങൾ നല്ലവരല്ല എന്നും മറ്റു പാർട്ടിക്കാർ മൊത്തം ചെറ്റകളാണ് എന്നും ഒരിക്കലും അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇനി അവർക്ക് മറ്റു പാർട്ടികളെക്കാളും തങ്ങൾ നല്ലവരാണെന്ന് ഒരു രീതിയിലും തെളിയിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ അവർ അടുത്തൊരു ഇലക്ഷനെ നേരിടുമ്പോൾ അവർ എങ്ങനെ തങ്ങൾ മറ്റുള്ളവർ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. തങ്ങൾക്ക് യുവ നേതാക്കന്മാരുണ്ടെങ്കിൽ പോലും ഈ യുവ നേതാക്കന്മാരെല്ലാം മറ്റു പാർട്ടിക്കാരെ പോലെ തന്നെ ചെറ്റകളാണ് എന്ന് അവർക്ക് പറയേണ്ടി വരും. കാരണം രാഹുൽ മാങ്കൂട്ടം നന്നായി അലയ്ക്കുന്നുണ്ട്. അയാൾ ട്രാൻസ്ജെൻഡേഴ്സ് അലയ്ക്കുന്ന പോലെയാണ് അയാൾ ഒന്ന് അലയ്ക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് തോന്നും. അല്ല അദ്ദേഹം ഒരു വിദ്യാഭ്യാസമുള്ള ആളാണെന്നോ അല്ല ഒരു നല്ല ആളാണെന്നൊന്നും നമുക്ക് തോന്നത്തില്ല. അതുപോലെ അദ്ദേഹം ഷാഫി എന്ന് പറയുന്ന ഒരു MP-യും ഈ പറയുന്ന ഈ മാങ്കൂട്ടവും തമ്മിൽ മുംബൈ പോലീസ് കളിക്കുകയാണെന്ന് പോലും മാധ്യമങ്ങൾ പറയുന്നു. അത് അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പല രീതികളിൽ അവരുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ തോന്നും. കാരണം ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ ശരിക്കും ഇതൊരു ആരോപണമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെ ഒരിക്കലും രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും നിരോധിച്ചിട്ടില്ല. അദ്ദേഹം എതിർത്തിട്ടില്ല. ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്നോ തനിക്കിതിൽ 100% പങ്കില്ല എന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കേസിലാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈകൾ പരിശുദ്ധമാണ്, ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിഷേധിക്കുന്നുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം അത് നിഷേധിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് കേസില്ല എന്നാണ് പറയുന്നത്. കേസില്ലെങ്കിൽ പോലും ആരോപണങ്ങൾ എപ്പോഴും ശരിക്കും നിലനിൽക്കുന്നുണ്ട്. കേസ് എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്താണ്, തെളിവില്ലാത്തതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യേണ്ടെന്ന് ഒരുപക്ഷെ പറഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ കേസ് കൊടുക്കാത്തത്. അങ്ങനെയാണെങ്കിൽ പോലും ഈ ആരോപണങ്ങൾ വളരെ ശക്തവുമാണ്. അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും രാജിവെക്കരുതായിരുന്നു. ഒരു ഒരു യൂത്ത് കോൺഗ്രസ് സ്ഥാനം അദ്ദേഹം രാജിവെക്കാണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും രാജിവെക്കുന്നില്ല എന്ന് പറയാൻ നമുക്ക് അത് വിശ്വസിക്കാമായിരുന്നു. പക്ഷെ ഇത് അദ്ദേഹം ഒരു സ്ഥാനം രാജിവെച്ചു, MLA സ്ഥാനം രാജിവെക്കുന്നുമില്ല. മറ്റു പാർട്ടിക്കാർക്ക്, വിജയിച്ച് നിൽക്കുന്ന പാർട്ടിക്കാർക്ക് ഇത് ആരോപണം ചെയ്യാം, അവർക്ക് കുഴപ്പമില്ല. കാരണം അവർ കോൺഗ്രസ് തങ്ങളെക്കാൾ മോശമായതുകൊണ്ടാണ് തങ്ങൾ അധികാരത്തിൽ വന്നതെന്ന് അവർക്ക് പറയാം. പക്ഷെ അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസിന് തങ്ങൾ മറ്റുള്ളവരെക്കാൾ നല്ലവരാണെന്ന് പ്രൂവ് ചെയ്യാൻ ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ അവർക്ക് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇത് അങ്ങനെയും പറ്റുന്നില്ല. തങ്ങൾ അധികാരത്തിലേക്ക് വരുന്നില്ല. തങ്ങൾ മറ്റുള്ളവരെക്കാളും ഒരിക്കലും നല്ലവരല്ല, തങ്ങൾ മറ്റുള്ളവരെ പോലെ തന്നെ മോശക്കാരാണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമായി പോയത്. കോൺഗ്രസ്സുകാരടക്കമുള്ളവർക്ക് തന്നെ ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷത്തിരുന്നാൽ മതി, ഭരണം വേണ്ട. കാരണം LDFന്റെ ഭരണമാണ് നല്ലത്. കാരണം അലമ്പില്ല, റോഡുകളെല്ലാം തന്നെ കുറെയൊക്കെ നല്ലതാണ്. കാര്യം അവിടെ ഇവിടെയൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും റീവർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. കോൺഗ്രസിന്റെ കാലത്ത് റേഷൻ സംവിധാനങ്ങൾ വളരെ മോശമായിരുന്നു. ഇപ്പോൾ റേഷൻ സംവിധാനങ്ങളൊക്കെ കുറെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. കുറെയൊക്കെ ആണെങ്കിൽ പെൻഷനൊക്കെ ആളുകൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത് LDFന്റെ ഭരണമാണ് നല്ലതാണ്. പക്ഷെ ഞാൻ പല LDFകാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് LDF എങ്ങനെയെങ്കിലും മാറണം, കോൺഗ്രസ് അധികാരത്തിൽ വന്നേ പറ്റത്തുള്ളൂ. കാരണം അവര് അൺസാറ്റിസ്ഫൈഡ് ആണ്. സ്വന്തം പാർട്ടിയുടെ ഭരണത്തിൽ അവർ അൺസാറ്റിസ്ഫൈഡ് ആണ്. BJPക്കാർ എപ്പോഴും കോൺഗ്രസ് മുക്ത ഭാരത് എന്നാണ് അവരുടെ സ്വപ്നം. അതുകൊണ്ട് അവരൊരു കാരണവശാലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യില്ല. കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അവർ ശരിക്കും LDFനാണ് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഈ ആരോപണത്തോടെ വന്നതോടുകൂടി ഇനിയൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാവാൻ സാധ്യതകളില്ല. പിന്നെ കേരളത്തിന്റെ അവസ്ഥയാണ്, ചിലപ്പോൾ മാറി 2 കൊല്ലം കിട്ടിയതുകൊണ്ട് ചിലപ്പോൾ മാറി വരാൻ സാധ്യതയുണ്ട്. എങ്കിൽ പോലും ഒരിക്കലും ഒരു സുഗമമായ ഒരു വിജയമായിരിക്കില്ല. ഇനി ഈ ആരോപണം ശരിക്കും കോൺഗ്രസ് പാർട്ടിയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇനി കോൺഗ്രസിന് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാതൃകയാക്കി MLA സ്ഥാനം കൂടി രാജിവെപ്പിച്ച് പാർട്ടി ഇതിനെല്ലാം എതിർക്കുന്നു എന്നുള്ളൊരു മനോഭാവം വരുത്തണം. എന്നെങ്കിൽ മാത്രമേ അവർക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഇത് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, യുവാക്കൾ തന്നെ ചിന്തിക്കണം, എങ്ങനെ നേതാവായിട്ട് വരണമെങ്കിൽ ഈ ലാത്തി ചാർജ് മേടിച്ചുകൊണ്ടോ ജലപീരങ്കിയുടെ മുമ്പിൽ നിന്നുകൊണ്ടോ ഒന്നും കാര്യമില്ല. മറ്റു പല കാരണങ്ങളുമാണ് നേതാവാകാൻ വേണ്ടതെന്നാണ്
ഇന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അവർക്ക് ഈ പരിപാടി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പോലെയൊക്കെ ആണെങ്കിൽ മറ്റു പല വള്ളിക്കെട്ടും പരിപാടികളൊക്കെ പിടിച്ചെങ്കിൽ മാത്രമേ നേതാവായി വരാൻ കഴിയൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ അവസ്ഥ പരിതാപകരമാണ്. ഈ അവസ്ഥ നിന്ന് മാറ്റണമെങ്കിൽ ശക്തമായ നടപടി നേതൃത്വം സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുള്ളൂ.